അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്ത്രീ രംഗപ്രവേശനവും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടാണല്ലോ ഏറെ വാഗ്വാദങ്ങളും ചർച്ചകളും നിലനിൽക്കുന്നത്. സ്ത്രീ സംബന്ധമായ ചർച്ചകൾ എക്കാലത്തും സമൂഹത്തിൽ അത്തരം ചില വാഗ്വാദങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം എന്ന വരികൾ നമുക്ക് സുപരിചിതമാണ്. സ്ത്രീകളെ കരിങ്കുപ്പായത്തിൽ തളച്ചിട്ടു എന്നാണ് ചിലർ ഇസ്ലാമിക സ്ത്രീ സമത്വ നിയമങ്ങളെക്കുറിച്ച് വിലപിക്കുന്നത്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ സ്ത്രീകളെ വെള്ളയും കാപ്പിയും നിറത്തിലുള്ള കുപ്പായങ്ങൾക്കുള്ളിൽ തളച്ചിട്ടതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്ത് കാണുന്നില്ല. സ്ത്രീ സംബന്ധമായി വിവിധ നിലപാടുകൾ ലോകത്ത് പ്രകടിപ്പിച്ചവരെ നമുക്ക് കാണാൻ സാധിക്കും. ഷേക്സ്പിയർ തന്നെ തൻ്റെ മാക്ബത്ത് എന്ന് പറയുന്ന ട്രാജഡിയിൽ ഫ്രൈൽറ്റി ദൈ നെയിം ഈസ് വിമൻ, ചാബല്യമേ നിന്റെ പേരോ സ്ത്രീ എന്ന് പരാമർശിച്ചത് കാണാം. നാരിമാർ നാരിമാർ നാണം കുണുങ്ങികൾ, വിശ്വവിപത്തിൻ്റെ നാരായ വേരുകൾ, പെണ്ണൊരുത്തിയെ പടച്ചില്ലായിരുന്നെങ്കിൽ നിർണയം ലോകമന്യേ സ്വർഗമായേനെ എന്ന് വിലപിക്കുന്ന ചങ്ങമ്പുഴയുടെ വരികൾ എല്ലാം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഖൈറു മതാഇ ദുനിയ അൽ മർഅതു സ്വാലിഹ, ഭൗമോപരിതലത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വസ്തു അത് സൽഗുണവൃത്തയായ സ്ത്രീയാണെന്ന് വിശുദ്ധ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ മൂല്യമത്തായ വസ്തുവിനെ മൂല്യത്തോടെ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ നിലപാട് ഇസ്ലാം കൈക്കൊണ്ടു എന്നതാണ് ശരി. ഏറെ മൂല്യമുള്ള സ്വർണം പെട്ടിയുടെയും അതിനകത്ത് കടലാസിനുമകത്ത് പൊതിയുന്നത് അതിൻ്റെ മൂല്യത്തിനുള്ള തെളിവാണ്. എന്നല്ലാതെ സ്ത്രീകളെ കടകളിൽ കാണുന്ന ബൊമ്മകളെ പോലെ കണ്ട് പ്രദർശന വസ്തുവാക്കി മാത്രം തരം താഴ്ത്തണമെന്നത് ഇവിടുത്തെ ഉപഭോഗ സംസ്കാരത്തിൻ്റെ ആളുകൾ നിർമ്മിച്ചെടുത്ത മനുഷ്യ നിർമ്മിത നിയമങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമേതര മതങ്ങളും താത്വികമായിട്ട് ഇസ്ലാമിൻ്റെ നയത്തോട് ചെറിയ രൂപത്തിലെങ്കിലും അവരുടെ പ്രമാണങ്ങളിലൂടെ ഊന്നി നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിനെ അംഗീകരിക്കേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന് പറയുന്ന കവിത, അതിൻ്റെ ഇതിവൃത്തം തന്നെ വീട്ടിൽ അന്തർജനങ്ങളായി ഒതുങ്ങിക്കഴിയുന്ന ബ്രാഹ്മണ സ്ത്രീകളിൽ ഒരു സ്ത്രീ തൻ്റെ ദേഹരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുന്ന വഴിയിൽ ഒരു താഴ്ന്ന ജാതിക്കാരൻ്റെ വീടിന് മുന്നിലെത്തുകയും തൻ്റെ ശരീരം താഴ്ന്ന ജാതിക്കാരനടക്കം മറ്റുള്ളവർ കാണുകയും ചെയ്തതിലുള്ള അങ്ങേയറ്റത്തെ സങ്കടം ആ വീടിൻ്റെ മുന്നിൽ ഒരു കൂട്ടിൽ കഴിഞ്ഞിരുന്ന കുരുവിക്കിളിയോട് വിലപിക്കുന്ന രൂപത്തിൽ ആ പെണ്ണ് സങ്കടം പറയുന്ന ബ്രാഹ്മണ സ്ത്രീയുടെ ഇതിവൃത്തമാണ് കുമാരനാശാൻ്റെ ദുരവസ്ഥ എന്ന കവിത പറയുന്നത്. പൊതുസമൂഹത്തിനിടയിൽ ശരീരം പ്രത്യക്ഷപ്പെടുത്തുന്നത് അത്ര നല്ലതല്ലെന്ന് പഠിപ്പിക്കപ്പെട്ട സമൂഹമാണ് ഹിന്ദു മതത്തിലെ ബ്രാഹ്മണ സമൂഹം. അതേപോലെ തന്നെ ക്രിസ്ത്യൻ മതത്തിലും കന്യാസ്ത്രീകളായിരിക്കുന്ന സ്ത്രീകളോട് അവരുടെ ശരീരം മറക്കാനും തലമുടി മറക്കാനും നിർദ്ദേശിക്കുന്നുണ്ട്. തലമുടി വെളിപ്പെടുത്തിയവർ കത്രിച്ചു കളയട്ടെ എന്ന് കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 7:26 ബൈബിള് രേഖപ്പെടുത്തുന്നത് തന്നെ നമുക്ക് കാണാം. പക്ഷേ ഹിന്ദു മതത്തിൽ ബ്രാഹ്മണർക്ക് മാത്രം നടപ്പിലാക്കുന്ന ഈ സുരക്ഷിത സംവിധാനം ക്രിസ്ത്യൻ മതത്തിൽ കന്യാസ്ത്രീകൾക്ക് മാത്രം നടപ്പിലാക്കുന്ന ഈ മതനിയമം ഇസ്ലാം മുഴുവൻ സ്ത്രീകളെയും ആ മതത്തിൻ്റെ നിയമചട്ടക്കൂടിൽ ഉൾപ്പെടുത്തുകയും മുഴുവൻ സ്ത്രീകളുടെയും സംരക്ഷണത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് ശരി. ഇതിൽ ഇസ്ലാമിനോളം വിജയിക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യമേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇവിടെ സ്ത്രീ രംഗത്ത് വരണമെന്ന് പറയുന്നവർ പുരുഷൻ്റെ മനോഭാവത്തിൽ മാറ്റം വരണമെന്നും സ്ത്രീകളെ ഒതുക്കി നിർത്തലല്ല വേണ്ടതെന്നും അവർ വാദിക്കുകയാണ്. സ്ത്രീകളെ പീഡിപ്പിക്കാൻ വരുന്ന പുരുഷൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തി സ്ത്രീകളെ രംഗത്തിറക്കാൻ ആവശ്യമായത് ചെയ്യണമെന്ന് അവർ വാദിക്കുമ്പോൾ അതിനവർ തെളിവ് പറയുന്നത് പേ ബാധിച്ച് കടിക്കാൻ വരുന്ന പേപ്പട്ടിയെ ചങ്ങലക്കെടുക്കുകയാണ് വേണ്ടത്, മറിച്ച് മനുഷ്യനെ ചങ്ങലക്കിടലല്ല അതിൻ്റെ പരിഹാരമെന്ന് അവർ ന്യായം കണ്ടെത്തുന്നു. ശരിക്കും പറഞ്ഞാൽ പഴുത്തെളിഞ്ഞ ഒരു കൈതച്ചക്ക അത് കാക്ക കൊത്താതിരിക്കണമെങ്കിൽ കാക്കയുടെ കണ്ണ് കെട്ടണമെന്നും
ആ കാക്കയുടെ കണ്ണ് കെട്ടലാണ് അതിന് പരിഹാരമെന്നും വാദിക്കുന്നത് പോലെയാണ് അവരുടെ വാദം. ശരിക്കും വേണ്ടത് ആ കൈതച്ചക്ക നല്ലവണ്ണം പൊതിഞ്ഞ് മൂടി വെക്കുകയാണ്. ആ കൈതച്ചക്കയിൽ കാക്ക കൊത്താതിരിക്കാനുള്ള ഏക പോംവഴി. അല്ലാതെ കാക്കൻ്റെ കണ്ണ് കെട്ടുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഈ രൂപത്തിലുള്ള ഒരു ന്യായം ഈ വിഷയത്തിലും മനസ്സിലാക്കിയാൽ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് നമുക്ക് നാന്ദി കുറിക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ചെയർപേഴ്സണായിരുന്ന ആനി ബസന്റ് അവിടെ നിന്ന് പറയുന്നത്, സ്ത്രീ സംബന്ധമായ ഇസ്ലാമിക നിലപാടുകൾ മനസ്സിലാക്കുന്നതിന് ലോകത്തിൽ വലിയ പേവ് സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് ആത്മാവ് പോലും ഇല്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം എന്ന് വരെ ലോകത്ത് പറയപ്പെടുന്നു. മുഹമ്മദ് നബിയുടെ പേരിൽ എന്തിനാണ് ഈ ആക്രമം? സ്ത്രീ സംബന്ധമായ നിലപാടുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ചെയർപേഴ്സണായിരുന്ന ആനി ബസന്റെ വാക്കുകൾ കൂടി ഇതിനോട് അടിവരയിട്ട് നാം മനസ്സിലാക്കുക.